അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താ വിചാരിച്ചാൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി കേട്ടോ. ആ ട്രിപ്പ് പോണതിൻ്റെ പാക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ, ബാക്കി എവിടേക്കാണ് എന്താ സംഭവങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. ഇന്ന് ഞങ്ങൾ പോകുന്നതും ഫ്ലൈറ്റിൽ പോകുന്നതും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊടുത്തുള്ള വീഡിയോന് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇന്റെ ഫുൾ സെറ്റുകള് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷാമേക്കടെ കുറച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, കാരണം അയ്പൂര് ഭക്ഷണം കൊടുക്കാനുള്ളതുകൊണ്ടൊക്കെ എല്ലാം കൂടി ചെറിയ പറയാണ് നാളെ പോണത്. അപ്പൊ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ 3 ജാക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് വൈറ്റ്, ഒന്നൊരു ബ്രൗൺ പോലത്തെ ബ്രൗണ് സാഫ്രൺ അങ്ങനത്തെ കളറ്, പിന്നെ ഒന്ന് ഇത്തരം വയലറ്റ് പീച്ച് പോലത്തെ കളർ അല്ലേ, പിന്നെ രണ്ടൊരു സ്വെറ്റ് ടീഷർട്ട് പോലത്തെ, അതും രണ്ടും വൈറ്റും ക്രീമാണ്. അത് എങ്ങനെയോ രണ്ടും ഒരേപോലെ, കാരണം ഒന്ന് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഒന്ന് ഇവിടുന്ന് 3 മേടിച്ചത്, രണ്ടും ഒരേപോലെ ആയിപ്പോയി. പിന്നെ ഇതൊക്കെ ഉള്ളിയിടാനുള്ളതാണ്, ഇത് ഉള്ളിയിടാനുള്ളതാണ്. പിന്നെ അതുപോലെ കുറെ ജീൻസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തെർമൽ സെറ്റുകൾ ഉണ്ട് ഇവിടെ. തെർമൽസ് മസ്റ്റ് ആണ്. നിങ്ങൾ തെർമൽ സ്ഥലത്ത് പോകുമ്പോൾ തെർമൽ മസ്റ്റ് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാത്രിക്കൊക്കെ ഇടാൻ ഡ്രസ്സുകൾ 2-3 ഉട്ടി ടൈപ്പ് തന്നെ രാത്രിക്കൊക്കെ ഇടാൻ വെച്ചുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഏതിനേലും ജാക്കറ്റ് ഉള്ളിലൊക്കെ ഇടാമല്ലോ. അപ്പൊ രാത്രിയുടെ ഉള്ളിലിടാനനുസരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിവിടെ എന്റെ 2 ഗ്ലൗസ്, ആദ്യം ഗ്ലൗസ് ഇട്ടിട്ട് മേലെ കൂടെ ഇതിടാം. പിന്നെ എന്റെ കഴുത്തിലിടുന്ന ഷോള്, പിന്നെ അത് കാണിച്ചു ഇതൊക്കെ വേണം കാശിലേക്ക് സെറ്റ് ആവൂല. പക്ഷെ ഇത് ഐബോല് മേടിച്ചില്ല നമ്മള്, കാരണം ഐബോ എടുത്ത് വലിച്ചിട്ട് അവനക്ക് തൊപ്പി ചെവി കവർ ചെയ്യേണ്ട തൊപ്പിണ്ട്. പിന്നെ എന്റെ 2 ക്യാപ്സ്, ഒന്ന് ഇങ്ങനത്തെ ക്യാപ്പും ഒന്ന് ഇങ്ങനെയുള്ള ക്യാപ്പും, പിന്നെ എന്റെ സ്നോ ബൂട്ട് അവിടെ പോയിട്ടുണ്ട് ബൂട്ട്, പിന്നെ സോക്ക് സെറ്റ്, ഒരു അത്യാവശ്യം കുറെ സോക്ക് സെറ്റ് വെച്ചിട്ട്, കാരണം നമുക്ക് ചിലപ്പോൾ ഡബിൾ ലെയർ ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഡബിൾ ലെയർ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്. അപ്പൊ ഇനി പെട്ടിക്ക് ഓരോന്നായിട്ട് എടുത്തേക്കിട്ട് കേട്ടോ. മെയിൻ നമ്മള് കൺസേൺ എന്താ ചോദിച്ചാല് സ്ഥലം പോവും. വെയിറ്റിനാട്ടി കൂടുതൽ നമ്മളെ പെട്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ നല്ല പോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ഞാൻ ഇതൊക്കെ പെട്ടിയിൽ എടുത്തേക്കിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു ബോറടിക്കുമ്പോൾ ഫുള്ള് എടുത്തേച്ച ശേഷം കാണാം. അപ്പം എൻ്റെ പെട്ടി മൊത്തം സെറ്റാക്കി ഞാൻ എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെക്കുക. അതിന് ശേഷം ഞാൻ ഐബൂനും കൂടി വെക്കണം. ഷാമിയാക്കട പിന്നെ ഷാമിയൊക്കെ ചെയ്തോളും, നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുള്ള ഗുണം. ഭർത്താവിനെ ചെയ്തോളും. അപ്പൊ ഗായ്സ് വീഡിയോ പിന്നെ കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. എന്താ വിചാരിച്ചാൽ ഞങ്ങൾ കുറച്ച് പൂവല്ലേ, അപ്പൊ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കേക്ക്സ് അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകും. കാരണം ഇപ്പൊ എന്റെ ഇതൊന്നുമില്ല, പർച്ചേസ് ചെയ്ത വീഡിയോ ആഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ മേടിച്ചപ്പോ അതൊക്കെ പാക്ക് ചെയ്യും. പിന്നെ കഞ്ഞിയെടുക്കാളത് സെറിലാക്കും. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തൊരു ബാഗിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഐബൂനെ ഇനി പാക്ക് ചെയ്തോണ്ടിരിക്കട്ടതാ. ഐബൂൺ ഡ്രസ്സുകൾ ഇവിടെ നമ്മൾ കുറേ പമ്പേഴ്സ് കഴിക്കിയിട്ടുണ്ട്, കാരണം എക്സ്ട്രാ ആയാലും കുഴപ്പമില്ല. നമുക്ക് അവിടെ പോയിട്ട് പമ്പേഴ്സ് നമുക്ക് ഇതുപോലത്തെ കിട്ടുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഐബൂനെ ഒക്കെ സെറ്റ് ആക്കി വെക്കണം. ഐബൂനെ കണ്ട കുറേ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. ഇതൊക്കെ ഒരു മീഡിയം കട്ടിയില്ലേ. അപ്പൊ ഇതിന്റെ അടിയിലെ വേറെ ഇട്ട് ലെയർ ഔട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കണം. ഇത് ഞങ്ങൾ ഇന്ന് പോയിട്ട് നല്ല ഇഷ്ടമായിട്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനമാണ്. നമ്മള് സ്നോയിലൊക്കെ പോകുമ്പോൾ അത് വിചാരിക്കണേ. അപ്പൊ അങ്ങനെ പിന്നെ അവർക്കുണ്ട് തെർമൽസ്, കുട്ടികൾക്കുണ്ട് തെർമൽസ്. അവർക്ക് 3 സെറ്റ് ഓഫ് തെർമൽസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ സെറ്റ് ആക്കി വെക്കട്ടെ. എന്നിട്ട് എല്ലാം സെറ്റ് ആയിട്ട് പെട്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഐബൂന്റെ പെട്ടിയും ഒക്കെ സെറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പെട്ടി അവിടെ ഷാമയൊക്കെ അടച്ചു. ഐബൂന്റെ പെട്ടി ഇതാണ്. ഞങ്ങളെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചുള്ളത് ബലദിന മിൽക്ക്, മറ്റേത് മറിച്ചത്. ഇത് ഷാമിയക്കാട്. ഇനി ഇതുകൂടി ക്ലോസ് ചെയ്താൽ കഴിഞ്ഞു ഞങ്ങളുടെ പാക്കിങ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഞാനൊക്കെ ഒരുങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പാൻറ്റും സ്വെറ്റ് ടീഷർട്ടായിരുന്നു നോർമലായിട്ട്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് തണവിനനുസരിച്ച് കോട്ട് ഇടാൻ വിചാരിച്ചിട്ട് കോട്ട് കൈ പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. രാവിലെ 10 മണിക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഫ്ലൈറ്റ്. അപ്പോൾ ഐബു ഉറങ്ങിയത്. പിന്നെ ഐബു എണീറ്റ്. അപ്പോൾ പിന്നെ അവന് നടക്കാൻ അവനക്ക് ഇഷ്ടം. പക്ഷെ അവനെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തൂല. അപ്പോൾ ഷാമിയാക്കയുടെ പുതിയൊരു ഐഡിയയിൽ പെട്ടിയുടെ മേലെ വെച്ചിട്ട് അവനിങ്ങനെ ഉന്തി കൊണ്ടുപോയിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ കോപ്പറകളൊക്കെ ഭയങ്കര ഇഷ്ടം മൂപ്പരയാൾക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എയർ അറേബ്യയിലെ പോകണം. എയർ അറേബ്യയിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഷാമിയാക്കയുടെ ഫ്രണ്ടും ഫാമിലി ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങളും ഫ്രണ്ട്സും അങ്ങനെ ആയിട്ട് പോകണം. ഞങ്ങൾ 5 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഷാർജയ്ക്ക് പോകും. പിന്നെ ഷാർജയിൽ നിന്നാണ് സ്ഥലത്തേക്ക് അങ്ങനെ ലേ ഓവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷാർജയിലെത്തി നോക്കുമ്പോൾ അവിടെ
പാർക്ക് ഉണ്ട് കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ ലെയറുണ്ട്. പാർക്കിലത് ഭയങ്കര ഉപകാരമായി. കാരണം ഐബു അവിടെ ഫുള്ള് പാർക്കിൽ കളിക്കുന്നില്ല. കുട്ടീനായിട്ട് എന്ത് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ പാർക്കുള്ളതുകൊണ്ട് അവന് കുറേ കുട്ടികളൊക്കെ ഉണ്ട്, നല്ല പാർക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫ്രഷ് ആവാൻ കുറച്ച് നേരം ഇരുന്ന് അവന് പാർക്കിൽ വിട്ട് അവന് പാർക്കിൽ അങ്ങനെ നല്ല ഉത്സാഹമായിട്ട് ഓടി കളിക്കുന്നത്. അവൻ്റെ കോട്ട് ഇതൊക്കെ ഊരി കൊടുത്തിട്ട് അവന് അവിടെ എത്തിയിട്ടിടാൻ വെച്ചിട്ട് അത്ര തണവൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. العربية للطيران الرحلة رقم 552 والمتجه അങ്ങനെ അവിടുത്തെ ലെയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റ് കയറി കേട്ടോ. അപ്പോൾ ഐബുവിന് അവിടുന്ന് കഞ്ഞി കൊടുത്ത്, പക്ഷെ അധികം കുടിച്ചില്ല. പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ ഞാനും ഐബും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ഇനി സമയമുണ്ടല്ലോ. അപ്പം അങ്ങനെ ലെയർ കിട്ടിയത് നന്നായി. കാരണം ഇല്ലെങ്കിൽ ഐബു അലമ്പായിരുന്നു. അവിടെ അങ്ങനെ ലെയർ കിട്ടിയോണ്ട് തന്നെ ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവ ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയോണ്ട് ഷാമയൊക്കെ ഫ്രണ്ടിലായിരുന്നു, ഞാൻ ബാക്കിലായിരുന്നു, വെവ്വേറെ സീറ്റായിരുന്നു. ഷാമയൊക്കെ ഉറങ്ങി ഇരിക്കും കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടി. വലിയ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾക്ക് നല്ല വിശക്കുക. ഉച്ചയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നല്ല വൈറ്റ് സോസ് പാസ്ത അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് ഞാനും ഷാമയൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങളെ സ്ഥലത്ത് എത്താറായി. കോയ്സ് ഞങ്ങൾ നിന്നിട്ട് ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി എടുത്തിട്ട് എത്താറായോ, നല്ല ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിയിട്ട് ഇങ്ങനെ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യാറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കുകയായിരുന്നു. ആ മഞ്ഞ് മൂടിയിട്ട് ഇങ്ങനത്തെ ഏരിയ കണ്ടപ്പോൾ അങ്ങനെ ഷാമയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. ഐബിക്കാക്കവിടെ അല്ല കെട്ടിപ്പിടി സ്നേഹാണ് ഇവിടെ. അപ്പം ഞങ്ങളങ്ങനെ എത്തിയപ്പോഴായിട്ട് ഐബു ഞങ്ങളെ കൂടെയുള്ള ഫാമിലിയുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ഇക്കാക്കാന്നെ കൊണ്ട് കളിക്കായിരുന്നിട്ടാ. അപ്പം ഞങ്ങളങ്ങനെ എവിടേക്ക് വന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജോർജിയ. അപ്പോൾ ഞങ്ങൾ ജോർജിയക്കായിട്ട് ട്രിപ്പ് വന്നിരിക്കുന്നത് 5 ഡേ ട്രിപ്പാണ്. നല്ല തണവുള്ള സ്ഥലമാണ്. അതായത് ടെൻഷൻ അതാണ് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് മുമ്പ് എല്ലാവരും കോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് ബൂട്ട്സൊക്കെ ടൈപ്പിനൊക്കെ സെറ്റാക്കി. കാരണം പുറത്ത് തണവുണ്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോയിട്ടോ. ഇനി ഇറങ്ങിയിട്ട് നോക്കണം തണവും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ. അപ്പം ഇനി ജോർജിയത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഇതിൽ അവിടെ എത്തണ വരുള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിലാണ്, ജോർജിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺ കേട്ടോ. പ്രശ്നമില്ലാണ് അവൾ ഉദ്ദേശിച്ചത്. തണുപ്പില്ല എന്നാലും അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്ര തണവൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഉച്ച നേരത്തായതുകൊണ്ടാണെന്നു ഇനി വൈകിട്ട് എന്നല്ല, പക്ഷെ വിചാരിച്ചത്ര തണവൊന്നും ഞങ്ങൾ തണവുണ്ടാകുന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി. എത്ര നമുക്ക് പേടിച്ച് പോയോണ്ടാന്ന് തോന്നുന്നത് അത്ര ബെയറബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടുന്നതിൽ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോണ വഴിക്കൊരു സുഖമില്ലാത്ത കാഴ്ചകളായിരുന്നു കേട്ടോ. അതായത് നമ്മളെ നാട്ടിലൊക്കെ മരങ്ങളൊക്കെ കത്തിച്ച് എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ റോഡിൽ മരങ്ങളൊക്കെ ഒരുമാതിരി ഉണങ്ങി പിടിച്ച പോലത്തെ മരങ്ങളും ഒരു കളർഫുള്ളല്ല, ഒരുമാതിരി ഉണങ്ങി പിടിച്ച പോലത്തെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു റോഡൊന്നും കാണാൻ സുഖമില്ല അല്ലേ, ഒരു പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ഉണങ്ങി പിടിച്ച മരങ്ങളായിട്ട് വലിയ സുഖമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കൗണ്ടറൊക്കെ അടിച്ച് പോയിരുന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏജൻറ്റിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ ടാക്സിയിൽ വരും കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോയി വെച്ചപ്പോൾ ഞാൻ ജാക്കറ്റ് ഊരിയിട്ടോ. കാരണം അത്ര ജാക്കറ്റുള്ള തണവുണ്ടായിരുന്നില്ല. അപ്പോൾ കൈ മാത്രം കൈ ഇതിൻ്റെ ഉള്ളിലാക്കിയപ്പോൾ ഷാൾട്ടിട്ടായിരുന്നു. ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി റൂമിൽ പോകും. ഇന്ന് വല്ലാണ്ടില്ല, കാരണം യാത്ര ചെയ്ത് ക്ഷീണമായതല്ലേ, വല്ലാണ്ടില്ല. അപ്പോൾ ഞാനിവിടെ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ തണവ് ബെയറബിളാണെന്നൊക്കെ ടോളിയിട്ടാണ്. അപ്പോൾ ഐബൂന് ഇതുപോലെ നല്ല ഇതൊക്കെ ഇട്ട് കൊടുത്ത് തൊപ്പിയൊക്കെ ഊരി അത്ര തണവൊന്നും തോന്നില്ല. ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റൂമൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം പിന്നെ അടുത്ത വ്ളോഗിൽ ഞങ്ങൾ ജോർജിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. നല്ല ക്യൂട്ട് കുട്ടി റൂം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഗായ്സ്. വി റീച്ച്ഡ് garden. We have a balcony. Okay. Bathroom. വെള്ളമുണ്ട്. ഉണ്ട് രക്ഷപ്പെട്ട് ഇതുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ റിബൺ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ കുട്ടികൾക്ക് എടുക്കണം. അപ്പോൾ അയ്യപ്പോൾ അതിൽ ആദ്യമായിട്ട് കിടക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുട്ടികൾ കുറേ നേരം കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ജോർജ് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്